നമസ്കാരം. ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു. ഇന്നലെ മാത്രം 95 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം വീടുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 85 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 133 പേർക്ക് പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ നൂറുകണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം 596 ഇതിൽ 200 കുട്ടികളും ഉൾപ്പെടുന്നു. പൂർണ്ണ ശക്തിയോടെ പോരാട്ടം വീണ്ടും ആരംഭിച്ചു എന്നാണ് വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ജനുവരി 19 തുടങ്ങിയ ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുകയും രണ്ടാം ഘട്ട ചർച്ചകൾ അലസിപ്പിരിയുകയും ചെയ്തതോടെയാണ് ഗാസ വീണ്ടും യുദ്ധഭൂമിയായത്. ലോകം പ്രതീക്ഷയോടെ കണ്ട സമാധാന കരാർ തകർന്നതിന് കാരണക്കാർ ഹമാസ് ആണെന്ന് ഇസ്രായേൽ കുറ്റപ്പെടുന്നു. മറിച്ചാണെന്ന് ഹമാസും പറയുന്നു. ഗാസ സിറ്റി അടക്കം വടക്കൻ ഗാസയിൽ സൈനിക ഉപരോധം ഏർപ്പെടുത്തി. യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ വടക്കൻ ഗാസയിലേക്ക് ലക്ഷക്കണക്കിന് ഫലസ്തീൻകാർ ജനുവരിയിൽ വെടിനിർത്തലിന് പിന്നാലെ തിരിച്ചെത്തിയിരുന്നു. ഇവർ വീണ്ടും നാടുവിടേണ്ട അവസ്ഥയാണിപ്പോൾ. ശത്രുക്കളോട് ദയ കാട്ടില്ലെന്നും ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറയുന്നു. ഗാസ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന ട്രംപിന്റെ നിലപാട് വന്നതും ഇതിനെ അറബ് രാജ്യങ്ങൾ തള്ളിയതും വെടിനിർത്തൽ കാലത്തായിരുന്നു. അതേസമയം ഇന്നലെ മധ്യ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹമാസ് വ്യക്തമാക്കി. ഇസ്രായേലിൽ പലയിടത്തും വ്യോമാക്രമണ മുന്നറിയിപ്പായി സൈറണുകൾ മുഴങ്ങി. വെടിനിർത്തൽ ഉപേക്ഷിച്ച് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഹമാസിന്റെ ആദ്യ പ്രത്യാക്രമണമാണിത്. യമനിൽ നിന്നുള്ള ഹൂതികളുടെ മിസൈൽ വെടിവെച്ചിട്ടതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ആക്രമണം പുനരാരംഭിച്ച ഇസ്രായേൽ സേന പുതിയ കരയുദ്ധവും ആരംഭിച്ചിരുന്നു. ഗാസ മുനമ്പിന്റെ മധ്യത്തിലാണ് സൈനിക നീക്കത്തിന് തുടക്കമിട്ടതെന്ന് ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചു. വടക്ക് തെക്കൻ മേഖലകൾക്കിടയിൽ ഭാഗിക നിഷ്പക്ഷ മേഖല സ്ഥാപിച്ചെടുക്കുന്നത് ലക്ഷ്യമിട്ടാണ് സൈനിക നീക്കം. അതിനു പുറമെ ഗസയുടെ തെക്കൻ മേഖലയിൽ സൈനികരെ വിന്യസിച്ച് നെറ്റ്സരിം ഇടനാഴിയുടെ നിയന്ത്രണം വീണ്ടും തിരിച്ചുപിടിക്കുകയാണ് ഉന്നമിടുന്നത്. ഹമാസുമായുള്ള ഇടക്കാല വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ഇസ്രായേൽ സൈനികർ പിൻവാങ്ങിയിരുന്നു. അതിനിടെ ബന്ദികളെ മടക്കിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രായേലികൾ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഭാവി എന്നെഴുതിയ ബാനറുകളാണ് ചിലർ കയ്യിലേന്തിയിരുന്നത്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലേക്കും ബന്ദിമോചനം ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. ചിലരൊക്കെ നെതന്യാഹു സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തി. ജെറുസലേമിലെ തെരുവുകളിൽ പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞതോടെ ഗതാഗത സ്തംഭനവും ഉണ്ടായിരുന്നു. മുൻ പ്രതിരോധ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഡിഫൻസീവ് ഷീൽഡ് ഫോറം, അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായ മൂവ്മെന്റ് ഫോർ ക്വാളിറ്റി ഗവൺമെന്റ്, ബന്ദികളുടെ കുടുംബാംഗങ്ങൾ എന്നിവരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. അതിനിടെ വേറിട്ട പ്രതിഷേധവുമായി ജെറുസലേമിലെ പാരിസ് ചത്തുരത്തിലെ റോഡ് തടസ്സപ്പെടുത്തിയ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 59 ബന്ദികളെ ഹമാസ് ഇനിയും വിട്ടു നൽകാനുള്ളപ്പോൾ നെതന്യാഹു യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് വലിയ പ്രതിഷേധത്തിനായിരുന്നു വഴിവെച്ചത്. രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിലാണ് സർക്കാർ വീണ്ടും യുദ്ധം തുടങ്ങിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീൻ തീവ്ര നേതാവ് കൂടി കൊല്ലപ്പെട്ടിരുന്നു. അബു ഹംസ എന്ന നാജി അബു സെയ്ഫ് ആയിരുന്നു കൊല്ലപ്പെട്ടത്. ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡിന്റെ സൈനിക വക്താവായിരുന്നു അബു ഹംസ. തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹംസയും കുടുംബവും കൊല്ലപ്പെട്ടത്. മരണവിവരം PIJയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മധ്യ ഗസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് 25-കാരനായ ഹംസ കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പം ഭാര്യയായ ഷൈമ മുഹമ്മദ് വാഷയും ഉണ്ടായിരുന്നു. മരണത്തിന് ഒരാഴ്ച മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. അബു ഹംസയുടെ മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ബസ് ഡ്രൈവറായിരുന്ന ഹംസ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മുൻനിരയിലേക്ക് എത്തിയത് അതിവേഗത്തിലായിരുന്നു. ജിഹാദി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അബു ഹംസ. വെസ്റ്റ് ബാങ്ക്, ഗാസ, ഇന്നത്തെ ഇസ്രായേലിലെ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ ഉൾപ്പെടുത്തി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1981 ഈജിപ്തിലെ ഫലസ്തീൻ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്.